ജനങ്ങളോട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു, 9:30 മണിക്ക് ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ചെയ്ത ആളുകൾ അത് ആവർത്തിക്കാൻ ഒരിക്കലും അവർക്ക് ജനങ്ങൾ അവസരം നൽകിയില്ല, മാപ്പ് നൽകിയില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കെ കരുണാകരന്റെ രാജി ആവശ്യപ്പെട്ട് എ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 1995 നടന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ മുഖ്യ വിഷയം ചാരക്കേസായിരുന്നുവെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം പൊതുയോഗങ്ങൾ നടത്തി കെ കരുണാകരന്റെ രാജി ആവശ്യപ്പെട്ടത് ഉമ്മൻചാണ്ടി തന്നെയാണെന്നും റിപ്പോർട്ടിൽ പറയും. പാർട്ടിക്കും നാടിനും ഗുണം ചെയ്യുന്നു എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് ഇന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വം, ഭരണ നേതൃത്വം മാറണം എന്നുള്ളതാണ്. 1994-95 കാലത്ത് കോൺഗ്രസിലെ അധികായനായിരുന്ന കെ കരുണാകരന്റെ രാജി ആവശ്യപ്പെട്ടുള്ള രാഷ്ട്രീയ കലാപത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കണ്ണാടിക്കനുവദിച്ച അഭിമുഖത്തിലെ പരാമർശങ്ങളാണിത്. 1995 ജനുവരി 3 ഹൈക്കോടതി സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തി. IG രമൺ ശ്രീവാസ്തവയ്ക്ക് ചാരവൃത്തിയിൽ പങ്കുണ്ട്. തെളിവില്ലാത്തതിനാൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനാകില്ലെന്ന് കെ കരുണാകരൻ. പിന്നീട് ചാരമുഖ്യനെന്ന് കെ കരുണാകരനെ വിശേഷിപ്പിച്ച് സംസ്ഥാനത്തുടനീളം പ്രചാരണം നടത്തിയതിന്റെ മുന്നണി പോരാളിയും ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. താൻ അത്തരമൊരു നിലപാട് സ്വീകരിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഈ വാചകങ്ങൾ കൂടി കേൾക്കുക. ഹൈക്കോടതി വിധി മൂലം കോൺഗ്രസിനും മുന്നണിക്കും ഗവൺമെന്റിനും വിശ്വസനീയത വളരെയധികം ചോർന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുക. അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. ആരെയും വിശ്വാസത്തിലെടുക്കാതെ, ആരുമായി ചർച്ച ചെയ്യാതെ, സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ചെയ്ത നടപടികളാണ് ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെയും ഗവൺമെന്റിനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.